മണ്ഡലകാലം പകുതി കഴിയുമ്പോൾ സന്നിധാനത്തും പമ്പയിലും ആശുപത്രി സേവനം തേടുന്ന തീർത്ഥാടകരിൽ പകുതിയും പനി ചികിത്സയ്ക്ക്. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി ആശുപത്രികളിൽ എത്തിയ 60,000-ൽ പരം പേരിൽ പകുതിയും പനി, ജലദോഷം, കഫക്കെട്ട് എന്നിവയ്ക്കാണ് ചികിത്സ തേടിയതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. മണ്ഡലകാലം പകുതി പിന്നിടുമ്പോഴും സന്നിധാനത്തും പമ്പയിലും ആശുപത്രി സേവനം തേടുന്ന തീർത്ഥാടകരിൽ ഏറെയും പനി ചികിത്സയ്ക്കായാണ്. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി ആശുപത്രികളിൽ എത്തിയ 64,000-ലധികം പേരിൽ പകുതിയും പനി, ജലദോഷം, കഫക്കെട്ട് എന്നിവയ്ക്കാണ് ചികിത്സ തേടിയതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. സന്നിധാനത്ത് പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റവും മല കയറുന്നതിലെ ആയാസവുമാണ് മിക്കപ്പോഴും പ്രതികൂല ആരോഗ്യാവസ്ഥ സൃഷ്ടിക്കുന്നതെന്നും സന്നിധാനം മെഡിക്കൽ ഓഫീസർ അനീഷ് കെ സോമൻ പറഞ്ഞു. തിരക്ക് കുറേശ്ശെ കൂടി വരുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ദിവസം ഒരു 1000-1200 ആവറേജ് OP-യാണ് ഇവിടെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തിരക്ക് കൂടുന്നുണ്ടെങ്കിലും അസുഖങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് തോന്നുന്നില്ല. ഈ മഴ മാറിയതുകൊണ്ട് പനിയും അതുപോലത്തെ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അങ്ങനത്തെ ഇതൊക്കെ കുറവുണ്ട്. കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് അതിലൊക്കെ ഒരു ഗണ്യമായ കുറവ് കാണുന്നുണ്ട്, മഴ മാറി വെയിൽ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ട്. എമർജൻസി കേസുകൾ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു കേസൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. മൊത്തം മണ്ഡല സീസണിനിടയ്ക്ക് ഒരു 14ഓളം കേസ്, 14 കേസ് നമ്മൾ ഇവിടെ നിന്ന് റെഫർ ചെയ്ത് താരോട്ട് വിട്ടിട്ടുണ്ട്, ആവശ്യമുള്ള മരുന്നൊക്കെ ചെയ്ത്. പിന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. നിലവിൽ വിവിധ രോഗങ്ങൾക്കായി ചികിത്സയിലിരിക്കുന്നവർ ദർശനത്തിനായി എത്തുമ്പോൾ ചികിത്സാ രേഖകളും കഴിക്കുന്ന മരുന്നുകളും കൈവശം കരുതണമെന്നും ദർശനത്തിന് എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ നടത്തം ഉൾപ്പെടെയുള്ള ലഘു വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. മല കയറുന്നതിനിടയിൽ ക്ഷീണം, തളർച്ച, നെഞ്ചുവേദന, ശ്വാസതടസ്സം എന്നിവ ഉണ്ടായാൽ മല കയറുന്നത് നിർത്തി വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. 22 ദിവസത്തിനിടയിൽ പമ്പയിലും സന്നിധാനത്തുമായി വിവിധ ആശുപത്രികളിൽ 67,595 പേർ ചികിത്സയ്ക്കായി എത്തി. സന്നിധാനത്ത് 22,839 പേർ അലോപ്പതി ചികിത്സ തേടിയപ്പോൾ 25,060 പേർ ആയുർവേദ ചികിത്സ തേടി. 1,107 പേരാണ് ഹോമിയോ ചികിത്സ തേടിയത്. പമ്പയിൽ വിവിധ ആശുപത്രികളിലായി 12,591 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. മീഡിയ ടുഡേ ന്യൂസ്, സന്നിധാനം. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്, എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.